ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു അടിപൊളി ഫിഷ് മോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പെരുംജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ 2 സൈഡും നന്നായിട്ട് മൊരിയിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് പട്ടയും പൂവും ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കട്ടോ. അതിലേക്ക് ഒരു പകുതി വെല്ലുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിക്കുകയാണെങ്കിൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് മീനിട്ട് വേവിച്ചിട്ട് 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് തിള വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ഫിഷ് മോളി റെഡി ആയി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.